വഴിയില്ലാതെ മലമുകളിൽ ഒറ്റപ്പെട്ട് താമസിച്ചിരുന്ന കിടപ്പ് രോഗിയായ വയോധികയെ 700 മീറ്റർ ചുമന്ന് ആശുപത്രിയിലെത്തിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ. ഇടുക്കി പാമ്പാടുംപാറ പഞ്ചായത്തിലെ താന്നിമൂട് മലമുകളിൽ നിന്നാണ് വയോധികയെ സ്ട്രക്ചറിൽ കിടത്തി അതിസാഹസികമായി ചുമന്ന് റോഡിലെത്തിച്ചതിന് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസമാണ് പാമ്പാടുംപാറ പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ മിനി മനോജ് സഹായം അഭ്യർത്ഥിച്ച നെടുങ്കണ്ടം SI TS ജയകൃഷ്ണനെ വിളിക്കുന്നത്. താന്നിമൂട്ടിലെ മലമുകളിൽ ഒറ്റപ്പെട്ട പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വീട്ടിലുള്ള കിടപ്പ് രോഗിയായ വയോധികയെ ആശുപത്രിയിലെത്തിക്കാൻ സഹായിക്കണം. വിളി വന്ന ഉടനെ സ്ഥലത്ത് നേരിട്ടെത്തി. വീട്ടിലേക്ക് നടപ്പുവഴി പോലുമില്ല. വയോധികയ്ക്ക് അമിത ഭാരവുമുണ്ട്. തുടർന്ന് കട്ടപ്പന ആശുപത്രിയിലും വയോധികരെ സംരക്ഷിക്കുന്ന പ്രതീക്ഷാ ഭവനിലും ഇടപെട്ടു. പിന്നീട് ഒരു ആംബുലൻസും വിളിച്ച് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെയും കൂട്ടി താന്നിമൂട് മല കയറി. 1 മണിക്കൂറോളം എടുത്തു 700 മീറ്ററോളം താണ്ടി വയോധികയുമായി റോഡിലെത്താൻ. ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ സമാനമായിരുന്നു പോലീസിന്റെ വലിയ പരിശ്രമം. നാട്ടുകാരുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ അവരെ ആ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കട്ടപ്പന സെൻറ് ജോൺസ് ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ തന്നെയുള്ള പ്രതീക്ഷാ ഭവനിലേക്ക് അവരുടെ സംരക്ഷണം ഏറ്റെടുക്കാമെന്ന് പ്രതീക്ഷാ ഭവൻ ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറെ ദുർഘടം നിറഞ്ഞ ഒരു 700 മീറ്ററോളം വഴിയില്ലാത്ത ഒറ്റയടി പാതയാണ് അവരുടെ വീട്ടിലേക്ക്. അപ്പോൾ ആ സ്ഥലത്തുകൂടി വളരെ ബുദ്ധിമുട്ടി ചുമന്നാണ് ഈ ആംബുലൻസ് വരെ എത്തിച്ചിരുന്നത്. അതിന് നാട്ടുകാരുടെയും പഞ്ചായത്തിൻ്റെയും ഒക്കെ വളരെ സഹകരണം ഉണ്ടായിരുന്നു. ആശാപ്രവർത്തകർ നിരന്തരം എത്തി പരിചരിക്കുന്നുണ്ടെങ്കിലും മഴയായതോടെ ഇവിടേക്ക് എത്തുക ദുഷ്കരമാണ്. മാത്രവുമല്ല, ഇവിടം ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യതയുള്ള പ്രദേശമാണ്. 2018 ഉരുൾപൊട്ടൽ ഉണ്ടായതുമാണ്. ഇതുകൂടി കണക്കിലെടുത്താണ് വയോധികയെ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്കും മാറ്റാൻ പോലീസിന്റെ സഹായം തേടിയതെന്ന പഞ്ചായത്ത് അംഗം. കഴിഞ്ഞ പ്രാവശ്യം കാലവർഷക്കെടുതിയിൽ ഉരുൾപൊട്ടലുണ്ടായിരുന്നു ആ മേഖലയിൽ. അപ്പോൾ എല്ലാവരും കയറി അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഉരുൾപൊട്ടൽ പോലൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒരു വലിയ സാഹചര്യം ഉള്ളതുകൊണ്ട് നമ്മൾ പോലീസിൽ അറിയിച്ചു. അവരുടെ കൂടെ സപ്പോർട്ടോടു കൂടി അവരുടെ ഒരു നല്ല സഹകരണം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് പ്രതീക്ഷാ ഭവനുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തത്. നിലവിൽ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണ്. ഇതിനുശേഷം വയോധികയെയും ഭർത്താവിനെയും കട്ടപ്പന പ്രതീക്ഷാ ഭവനിലേക്ക് മാറ്റും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത് മാത്രമല്ല, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെയും രോഗികളെയും ഒക്കെ ചേർത്തു പിടിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പോലീസിന് ഉത്തരവാദിത്തമുണ്ടെന്നാണ് നെടുങ്കണ്ടം പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വിമർശനം എത്ര ഉയർന്നാലും എത്ര പഴി കേൾക്കേണ്ടി വന്നാലും ഇവർക്ക് പരാതിയും പരിഭവവുമില്ല. മനുഷ്യത്വത്തോടെ കരുതലും കാവലുമായി കേരള പോലീസ് ഉണ്ടാകും. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.